ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രം നിങ്ങൾക്കറിയാം. ഏറ്റവും വലിയ നിധി കണ്ടെത്തിയതോടെ ലോകപ്രശസ്തമായിട്ടുള്ളൊരു ക്ഷേത്രം തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം. അതിന്റെ ഭരണ സംവിധാനത്തെക്കുറിച്ചുള്ള ഒരു കേസ് സുപ്രീം കോടതി വന്നപ്പോൾ സുപ്രീം കോടതി സുപ്രധാനമായിട്ടുള്ളൊരു വിധി പ്രഖ്യാപിച്ചു. ആ വിധിയിൽ പറഞ്ഞു ജില്ലാ ജഡ്ജി കൂടി ആ ഭരണസമിതിയിൽ അംഗമാകുമെന്ന്. പക്ഷേ സുപ്രീം കോടതി അവധാനതയോടെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. അഥവാ ജില്ലാ ജഡ്ജി ഹിന്ദു സമുദായത്തിൽ നിന്നുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള മറ്റൊരു ഹിന്ദു സമുദായ അംഗം ആ ഭരണസമിതിയിൽ അംഗമാകുമെന്ന്. ശ്രദ്ധിക്കുക, ഒരു സുപ്രീം കോടതി വിധി ഇത്രത്തോളം അവധാനതയോടെ മുന്നോട്ട് പോകാൻ നമ്മുടെ സമൂഹത്തെ സഹായിക്കുന്നുണ്ടെങ്കിൽ നിയമനിർമ്മാണം ഉണ്ടാക്കേണ്ട പാർലമെന്റിന് പോലും അത്തരമൊരു അവധാനത കാണിക്കാൻ കഴിയുന്നില്ല എന്ന് വരുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? കേന്ദ്ര വഖഫ് കൗൺസിൽ, ഞാനവിടെ പാർലമെന്റിൽ പ്രസംഗിച്ചു, കിരൺ റിജ്ജു അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം തലകൊണ്ട് കാട്ടി, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ബില്ലിന്റെ ABCD അറിയില്ല, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ചുടുചോറ് കോരിക്കുന്നത്. 22 വഖഫ് കൗൺസിൽ അംഗങ്ങളിൽ 12 പേരെ മുസ്ലിം സമുദായത്തിന്റെ പുറത്തുനിന്ന് കണ്ടെത്താൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ വഖഫ് കൗൺസിൽ പോലും മുസ്ലിമേതര സമുദായങ്ങൾക്ക് വേണമെങ്കിൽ ആധിപത്യം ലഭിക്കും. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മതസ്ഥാപനത്തിന്റെ ഭരണ നിർവഹണത്തിൽ അത്തരത്തിലുള്ള ഒരു വ്യവസ്ഥ ഏതെങ്കിലും സർക്കാരുകൾ മുമ്പോട്ട് വെച്ചിട്ടുണ്ടോ? മുമ്പോട്ട് വെക്കുവോ? അതാണ് ഒരുപക്ഷെ ഈ ബില്ലിലെ അല്ലെങ്കിൽ പാർലമെന്റ് പാസാക്കിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈകല്യങ്ങളിൽ ഒന്നായിട്ട് ഞാൻ കാണുന്നത്. അത് വഖഫ് ബോർഡിന്റെ കാര്യത്തിലുമാണ്. വഖഫ് ബോർഡിന്റെ കാര്യത്തിലും ഇത് ഇപ്പോൾ പ്രായോഗികമാണ് ഈ പറഞ്ഞ വ്യവസ്ഥ. ട്രിബ്യൂണലിന്റെ അധികാരങ്ങൾ മുഴുവൻ എടുത്തു കളഞ്ഞു. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ഒരു വഖഫ് സ്വത്തിന്റെ മുകളിൽ ഒരു തർക്കം ഉന്നയിക്കപ്പെട്ടാൽ അത് സർക്കാർ ഭൂമിയാണെന്ന് ആരെങ്കിലും ഒരു കടലാസ് എഴുതി എവിടെയെങ്കിലും നിക്ഷേപിച്ചാൽ ആ നിമിഷം ആ സ്വത്ത് വഖഫ് ഭൂമിയല്ലാതായി മാറും. എത്രയോ നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരുന്ന ഒരു സംവിധാനത്തെ ഈ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ BJP സർക്കാർ ശ്രമിക്കുമ്പോൾ അതിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇന്ത്യയുടെ ഭരണഘടനയുടെ അന്തസ്സത്തെയും മൂല്യവും സംരക്ഷിക്കാൻ താല്പര്യമുള്ള ഏവരും ഒരുമിച്ച് അണിനിരക്കണമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചുട്ടുപൊള്ളുന്ന വെയിലും നിങ്ങൾ നടത്തുന്ന ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പങ്കെടുക്കാൻ ഞാനും ഇവിടെ എത്തിയതെന്നുള്ള കാര്യം കൂടി നിങ്ങളെ അറിയിക്കുന്നു.